ഹലോ ഗായ്സ്, വെൽക്കം ടു മാളു സുധി വ്ളോഗ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാജിയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കുറേ പേര് ഇങ്ങനെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിയെ പറ്റി ഒന്ന് റിയാക്ട് ചെയ്യാവുന്ന. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോഴും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഷാജിയുടെ ഇഷ്യൂസൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ ഷാജിയുടെ ഇഷ്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പം നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഷാജിയുടെ ഇഷ്യൂസൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഷാജിയുടെ ഉമ്മായെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും വീട് മാറി വേറെ താമസിക്കുന്നതിനെ പറ്റിയൊക്കെ ഷാജി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഈ വീട് എൻ്റെ ഉപ്പായിക്കൂടെ അവകാശപ്പെട്ടതാണ്, ഞാനാണ് ആദ്യമേ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടി അവകാശപ്പെട്ടൊരു വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പുള്ളിക്കാരി ഇത്രയ്ക്ക് തരം താന്നു പോയോ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ചോദ്യം. കാരണം അവരൊരു യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയയിൽ നല്ലതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് നല്ലതുപോലെ ഇൻകം ഉണ്ട്, ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാം. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഷെയറിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, തന്നെ അവകാശം സംസാരിക്കുന്നതും. അതുപോലെ തന്നെ ഇവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു യൂട്യൂബർ, ഇവരൊരു സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. ഇവർക്ക് പോരാത്തിന് ഇവർ ബിസിനസ് കൂടെ നടത്തുന്നുണ്ട്, ഡ്രസ്സ്, ക്രീം, ഇതിൻ്റെയൊക്കെ ബിസിനസ്സും അവർക്കുണ്ട്. അപ്പോൾ ഇവർക്ക് അതൊക്കെയായിട്ട് ഇവർ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്ത് ബിസിനസ് മാനേജ് ചെയ്ത് പോയാൽ മതി. ഇവർ ഇത്രയ്ക്ക് കൾച്ചറില്ലാതെ ആയിപ്പോയ ഒരു സ്ത്രീ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വെറും പുച്ഛമാണ് അവരെ കുറിച്ച്. കാരണം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവർ ആ വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ A to Z സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അവസാനം അവർ കൊണ്ടുപോയതാണ് ചന്ദനമരം. കോടികൾ വിലയുള്ള ചന്ദനമരവുമായിട്ട് ഇവരങ്ങ് കടക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അവരുടെ നാട്ടുകാർക്കൊക്കെ ഈ ഷാജിയോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് തന്നെ ഇവർ അപ്പം തന്നെ ഫോറസ്റ്റുകാരെ അങ്ങ് അറിയിച്ച്. എന്ത് ചെയ്യാനാ, ഈ ഒരു വീഡിയോ, ചന്ദനം കടത്തുന്ന ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിനാനാണ് കേട്ടോ. വ്ളോഗ് ചെയ്യുന്ന സിനാനാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഷാജിയെ. അവരുടെ ക്യാരക്ടറൊക്കെ നല്ലതായതുകൊണ്ടും അവർ അയൽക്കാരോടൊക്കെ ഭയങ്കര സ്നേഹവും കാര്യമായതുകൊണ്ട് തന്നെ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ നമുക്ക് കാണാവേ. ഫോറസ്റ്റുകാരുടെ അവള് ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയാണ്, അവളെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാർ. അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണ് പറഞ്ഞ് എന്നിട്ട് നാറ്റിച്ചതാണ്. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നീളമുള്ള സാധനമാണ് ഗൈസ്. തൊണ്ടി അവളെ അടിയോടെ വെട്ടിയതാ. തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട്, എവിടെയും പുറത്ത് പോയിട്ടാ കൊണ്ടുപോകണുള്ളൂ ഗൈസ്. അപ്പോൾ മുത്തു എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സിനാൻ്റെ വ്ളോഗിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മുത്തുവിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ഷാജിയുടെ അയൽക്കാരനാണ് ഈ മുത്തും സിനാനും. അപ്പം ഷാജിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഷാജിയോടും ഇഷ്ടമായതുകൊണ്ട് തന്നെ മുത്തുവിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഷാജിദ ലൈവിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുത്തുവിൻ്റെ അച്ഛൻ മരിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു. മരിച്ച് മണ്ണിൽ പോയ ഒരാളിനെ പോലും വെറുതെ വിടാത്ത ഒരു സ്ത്രീ, ഷാജിയാണ് ഞാൻ പറയുന്നത്. മരിച്ച് മണ്ണിലടങ്ങിയ ഒരു വ്യക്തിയെ പറ്റി പോലും വെറുതെ വിടാത്ത ഒരു സ്ത്രീ. ഇവരെന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണോ? കുറേ ആൾക്കാർ വന്ന് കുറച്ച് കമൻ്റ് ഇടുമ്പോഴത്തേക്കിനും ഇവരുടെ വിചാരം ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ എന്നുള്ളതാണ്. ഇവർക്ക് എന്തിൻ്റെ അഹങ്കാരം? ഇവരെന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത്? ഇത്രയൊക്കെ പഠിച്ചിട്ടും എന്തോരോ അനുഭവങ്ങൾ ഇവർക്കുണ്ടായി. ഓരോ സമയത്തും എന്ത് പറഞ്ഞില്ല, സീസൺ വർക്ക് എന്ന് പറയുന്നത് പോലെയാണ്. ഓരോ സമയത്തും ഓരോ ഇഷ്യൂ ആണ് ഈ ഷാജിയെ പറ്റിയിട്ട്. ഇവർക്ക് എന്തിൻ്റെ കേടാണ് അല്ലേ? ഒന്നുമില്ലെങ്കിലും 5 മക്കളുണ്ട്, അവരുടെ ഭാവിയെ പറ്റി ഇവർ നോക്കണ്ടേ? പ്രത്യേകിച്ച് ചന്ദനം കടത്താന്നൊക്കെ പറയുമ്പോൾ നല്ല കേസല്ലേ? എന്ത് ഷാജി ഇങ്ങനെ ഇത്രയ്ക്ക് താഴെ താന്നൊരു വ്യക്തിയാണോ നിങ്ങൾ?
പിന്നെ വീട് മാറത്തില്ല, വീടിന് എനിക്കും അവകാശമാണ് എന്ന് പറഞ്ഞ ഷാജിദ ഷാജി 2 ദിവസത്തിനുള്ളിൽ വീട് മാറിയിരിക്കുകയാണ് കേട്ടോ. വാടകയ്ക്ക് വേറൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. പുള്ളിക്കാരി പാല് കാച്ചുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ആ വീഡിയോ ഒന്ന് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണാം. എന്നാലും കുഴപ്പമില്ല, സമാധാനമുണ്ട് കേട്ടോ അവിടെ. മനസ്സിന് കുറച്ച് സമാധാനമുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ, വീട് മാറിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. പാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു. ഈ കുട്ടികൾക്കൊക്കെ വിശന്നു, രാവിലെ തൊട്ടിട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. പാല് വെച്ച് ഞങ്ങൾ കുടിക്കട്ടെ, ചായ വെച്ച് കുടിക്കട്ടെ. കുട്ടികളവിടെ കഴിക്കുന്നുണ്ട്. ഇന്നതാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വൈകുന്നേരം ഒരു 4-5 മണിക്കാണ് നമ്മൾ കയറി വന്നത്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പടച്ചോനല്ലേ വലുത്, അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അല്ലേ. എല്ലാരും എന്താ പറയാ, നമുക്ക് പണി, പക്ഷെ അവർക്കിട്ട ആ പണി വരുന്നത് അറിയണില്ല കേട്ടാ, അതാണ് സത്യം. അപ്പൊ അത്രയൊക്കെ ഉള്ളു. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. നാളെ നല്ല വീഡിയോ ആയിട്ട്, കിച്ചൺ വീഡിയോസും ഫുഡിന്റെ വീഡിയോസും ഒക്കെ ആയിട്ട് നാളെ രാവിലെ വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ടാറ്റ. അപ്പൊ ഷാജിദ ഷാജി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വീട് മാറിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വന്നത്. 4 മണി 5 മണിയൊക്കെ ആയ സമയത്താണ് വീട്ടിലോട്ട് കയറുന്നത്. ആ സമയത്ത് കുറച്ച് ആൾക്കാർ ഷാജിദയ്ക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അപ്പം പടച്ചോനല്ലേ വലുത്, തിരിച്ചും പണി കിട്ടും എന്നാണ് ഷാജിദ പറയുന്നത്. പടച്ചവൻ വലുതായതുകൊണ്ടാണല്ലോ ഈ മുത്തുവിൻ്റെ അച്ഛൻ മരിച്ച് ഇത്രയും ആഘോഷിച്ച ഷാജിദ ലാസ്റ്റ് ഇങ്ങനൊരു കേസിൽ പെടുന്നത് തന്നെ ആ പടച്ചവൻ വലുതായതുകൊണ്ട് തന്നെ ആണല്ലോ. അതെന്തുകൊണ്ട് ഈ ഷാജിദ മനസ്സിലാക്കുന്നില്ല? ഇവർ ഓരോന്ന് ചെയ്യുമ്പോഴും ഇവർക്ക് തിരിച്ച് പണി കിട്ടുന്നുണ്ട്, 8ന്റെ പണി ഇവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഷാജിദ പഠിക്കാൻ പോകുന്നില്ല. എൻ്റെ പൊന്ന് ഇത്ത, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയയും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ഡ്രസ്സ് വിറ്റും ക്രീം വിറ്റും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ഈ ചന്ദനം കടത്താനിരുന്ന് പണി കിട്ടിയതിന് ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവർ കൊണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്ന സാധനമൊന്നും അല്ലല്ലോ. നിങ്ങൾ കടത്താൻ ശ്രമിച്ച ചന്ദനമാണ് പിടികൂടിയത്. നിങ്ങൾ എന്ത് വിചാരിച്ചതെന്ന് പിടികൂടത്തില്ലെന്നോ? എന്നായാലും 8ന്റെ പണി കിട്ടും. നിങ്ങളായിട്ട് നിങ്ങളുടെ പിള്ളേരുടെ ഭാവിയും കൂടെ കളയല്ലേ, ദൈവത്തെ ഓർത്ത്. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. ഇനിയെങ്കിലും ഷാജിദാത്ത കുറച്ച് നല്ലതായിട്ട് ജീവിക്കുക, ആ പിള്ളേരെ നോക്കി. അപ്പോൾ എനിക്ക് ഷാജിദാത്തയോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുക. നിങ്ങൾക്ക് ഒരു നിവർത്തി ഇല്ലാത്തവരല്ല നിങ്ങൾ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, പോരാത്തതിന് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പോരെ? നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ ഇമേജ് വെച്ച് നിങ്ങൾ കളിക്കാതെ. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. നമ്മളുടെ സ്വഭാവങ്ങൾ അത് നമ്മുടെ പേഴ്സണല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് നമ്മുടെ ഇമേജ് വെറുതെ കളയുന്ന എന്തിനാ? അതുകൊണ്ട് നല്ല രീതിയിൽ ഇനി ജീവിക്കാൻ നോക്ക്. 5 പിള്ളേരെ നോക്കി, കുടുംബവും നോക്കി. കാര്യം ആദ്യം മുന്നിൽ കൈ നീട്ടാൻ പോകേണ്ട ആവശ്യം ഇത്തായിക്കില്ലല്ലോ. കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വരുമാനമുണ്ട്, പോരാത്തതിന് ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ 5 മക്കളെ നോക്കി സുഖമായിട്ട് ജീവിക്കുക. ഇനിയെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതിരി. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.